لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم آمين. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أوصل اللهم ثواب قراءتنا وبركة دعائنا إلى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم، ثم إلى حضرات أرواح آبائه وإخوانه من الأنبياء والمرسلين، وإلى حضرات أرواح أهل الخير كلهم يا رب العالمين. آمين. اللهم بحقوقهم وبجائهم وبقربهم لديك يسر أسيرنا وسفل أمورنا واقض حوائجنا واشف أمراضنا وأمراض مرضانا وأجر ديوننا يا ذا الجلال والإكرام. اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا والسلامة والعافية في ديننا ودنيانا يا رب العالمين. اللهم بحقهم وبجائهم بارك لنا في جميع أمورنا خصوصا في اجتماعنا هذا يا رب العالمين. اللهم اجعل آخر ما نحن فيه خيرا وصلاحا يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. اللهم اغفر لنا وارحمنا ولوالدينا ربنا ارحمهم كما ربونا صغارا. اللهم اجعلنا وإياهم من أهل الجنة ولا تجعلنا ولا إياهم من أهل النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم السلام. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മലയാളം ഭാഷ ഓൺലൈൻ കോഴ്സിന്റെ സമാപനത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം എത്തിക്കുമാറാവട്ടെ. ഇതിന് പങ്കെടുത്ത, ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മള് മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ പൂർവികരായ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ മുൻഗാമികളുമൊക്കെ കേരളക്കരയിൽ നിന്ന്, മലബാറിൽ നിന്ന് പ്രത്യേക സാഹചര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, മലേഷ്യ, ബർമ്മ അതുപോലെ തന്നെ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറിയവരാണെന്ന് നമുക്കറിയാം. ആ കുടിയേറിയ സമയത്ത് നമുക്ക്, നമ്മുടെ മുൻഗാമികൾക്ക് പലതും നഷ്ടപ്പെട്ടു. ഉറ്റവരെയും ഉടയവരെയും ബന്ധുക്കളെയും ഒക്കെ നഷ്ടപ്പെട്ടു. ആ കൂട്ടത്തിൽ നഷ്ടമായ ഒന്നാണ് നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളം. കേരളക്കരയിൽ നിന്ന് മലേഷ്യയിലേക്ക് വന്ന നമ്മുടെ മുൻഗാമികൾക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നവരായിരുന്നു. അവരതങ്ങനെ തലമുറയ്ക്ക് കൈമാറിക്കൊണ്ട് വന്നെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നമുക്കത് നഷ്ടപ്പെട്ടു പോവുകയും, മലയാളം എഴുതാൻ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ തന്നെ അത് എഴുതാനും വായിക്കാനും അറിയുന്നവർ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു.
അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് മലേഷ്യൻ മലബാരികൾക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി മദ്രസ അൽ ഇർഷാദിയ മുന്നിട്ടിറങ്ങുകയും അതിലേക്ക് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വിദൂര വിദ്യാഭ്യാസ വിഭാഗമായ സീപറ്റിനെ കൂടി പങ്കെടുപ്പിക്കുകയും ദാറുൽ ഹുദയും അതുപോലെ തന്നെ മദ്രസ ഇർഷാദിയെയും ഒത്തുചേർന്ന് സർട്ടിഫിക്കറ്റോടുകൂടെയുള്ള ഒരു ഓൺലൈൻ കോഴ്സിന്, മലയാളം ഭാഷ ഓൺലൈൻ കോഴ്സിന് തുടക്കം കുറിക്കുകയും ചെയ്തത്. അൽഹംദുലില്ലാ, നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഭംഗിയായി ആ കോഴ്സ് പൂർത്തീകരിക്കാനും അതിൻ്റെ ആദ്യ ബാച്ച് വളരെ സന്തോഷകരമായി പഠനം പൂർത്തിയാക്കാനും നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ, ഇൻഷാ അല്ലാഹ് അടുത്ത ബാച്ചും അതുപോലെ തന്നെ അറബിക് കോഴ്സും ഒക്കെ തുടങ്ങാനുള്ള പദ്ധതിയിലാണ്. ദാറുൽ ഹുദയുമായി യോജിച്ചുകൊണ്ട് തന്നെ മദ്രസ ഇർഷാദിയ തീരുമാനിച്ചിരിക്കുന്ന ഇൻഷാ അല്ലാഹ് വരുന്ന 2025 ജനുവരി മുതൽ അത്തരം കോഴ്സുകളൊക്കെ ആരംഭിക്കാനാണ് തീരുമാനം. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. എല്ലാവരും അതുമായി സഹകരിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മഹത്തായ ഗൂഗിൾ മീറ്റിൽ ക്ലോസിംഗ് സെറമണിയായി നമ്മൾ നടത്തിയിരുന്ന ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണ് നിരവധി ആളുകൾ ഈ മഹത്തായ മീറ്റിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അല്ലാഹു തആല അവർക്കൊക്കെയും എല്ലാവിധ സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ കർത്തവ്യം ഇവിടെ സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച നമ്മുടെ മദ്രസയുടെ ഉസ്താദ് കൂടിയായ ഉസ്താദ് റഹ്മാൻ റഹ്മാനി, ആദ്യമായി അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ അധ്യക്ഷത വഹിക്കുന്നത് മദ്രസയുടെ പ്രസിഡന്റ് കൂടിയായ ഹാജി യൂസുഫ് ബിൻ ഹാജി മുഹമ്മദ് എന്നവരാണ്, മലബാരിയാണ്. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തെയും ഈ മഹത്തായ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മോട് സംസാരിക്കുന്ന ദാറുൽ ഹുദയിലെ ഹാഷിം ഹുദവി, അതുപോലെ തന്നെ ഡോക്ടർ റഫീഖ് ഹുദവി, അതുപോലെ ജാബിർ അലി ഹുദവി, ഉസ്താദ് റിഷാദ് ഹുദവി, ഉസ്താദ് നാസിർ ഫൈലി, അതുപോലെ സന്ദേശവും പ്രാർത്ഥനയും നടത്തി നമ്മെ അനുഗ്രഹിക്കുന്ന സയ്യിദ് മുഹസിൻ തങ്ങൾ ഹുദവി, എല്ലാവരെയും ഈ മഹത്തായ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന, ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കുന്ന ഒരുപാട് വിശിഷ്ട വ്യക്തികളുണ്ട്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച ഒരുപാട് സഹോദരങ്ങൾ, എല്ലാവരെയും പ്രത്യേകമായി ഈ മീറ്റിങ്ങിലേക്ക്, ഈ ക്ലോസിംഗ് സെറമണിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഇത് പൂർത്തീകരിക്കാൻ നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരിക്കൽ കൂടി മഹത്തായ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഹാജി യൂസുഫ് ബിൻ ഹാജി മുഹമ്മദ് എന്നവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله تعالى وبركاته. وعليكم السلام ورحمة الله وبركاته. Waalaikum salam warahmatullahi wabarakatuh. Terima kasih Ustaz Asraf. Nah, Alhamdulillah. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അതിൻ്റെ ഭാഗമായ സീപെറ്റ്, അവിടുന്ന് ഹാഷിം ഹുദവി, ബാക്കിർ ഹുദവി, ഡോക്ടർ ജാബിർ അലി ഹുദവി,
ഡോക്ടർ റഫീഖ് അലി ഹുദവി, നമ്മളെ ഡോക്ടർ സയ്യിദ് മുഹസിൻ ഹുദവി, ഡോക്ടർ ഹമീദ് മൊയ്തീൻ, മദ്രസ കമ്മിറ്റികൾ പ്രത്യേകിച്ച് സെക്രട്ടറി ഇസ്മായിൽ ക, മദ്രസൻ്റെ ഉസ്താദുകൾ, മദ്രസ ഇർഷാദിൻ്റെ ഉസ്താദുകൾ 4 ആള്, പിന്നെ ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത എല്ലാ ഉമ്മവാപ്പമാരും കുട്ടികളും അൽഹംദുലില്ലാ എല്ലാവരും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ. മദ്രസ ഇർഷാദിയ മലേഷ്യയിലെ ഉൽത്തിറാം എന്ന ഒരു ഗ്രാമം എന്ന് പറയാം. ഉൽത്തിറാം ജോഹോർ സ്റ്റേറ്റ്, ജോഹോറാണ്. അൽഹംദുലില്ലാ 2009 തുടങ്ങിയ ഒരു മദ്രസയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ സിലബസ് അനുസരിച്ച് 1ാം ക്ലാസ് നിന്ന് 5ാം ക്ലാസ് വരെ ഉള്ള പഠനങ്ങളാണ് ഇതിൻ്റെ മുമ്പ് നടന്നുകൊണ്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാ നല്ല ഭംഗിയായി 100 ചില്ലാൻ കുട്ടികളും 4 ഉസ്താദ്മാരും പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇതിൻ്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് 1ാം ക്ലാസ് നിന്ന് 5ാം ക്ലാസ് വരെയുള്ള ഈ പഠനത്തിന് പുറമെ നമ്മൾ ഉസ്താദുമാരും കൂടി യോജിച്ച് അങ്ങനെ നമ്മൾ ദാറുൽ ഹുദ ഡോക്ടർ ജാബിർ അലി ഹുദവി ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരു പുതിയ ഒരു പദ്ധതി തുടങ്ങണം, ദാറുൽ ഹുദയായിട്ട് യോജിച്ച് ഇനി നമ്മൾ എന്താണ് ഈ മദ്രസക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് നമ്മൾക്ക് സേവനം ചെയ്യാൻ പറ്റില്ലെന്ന് യോജിച്ചപ്പോഴാണ് ചർച്ച കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഡോക്ടർ ഹമീദ് മൊയ്തീൻ മൂപ്പറാണി ഇതിൻ്റെ ബാക്കിൽ നമ്മൾക്ക് എല്ലാ സപ്പോർട്ടുകളും നൽകി. അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് സിപെറ്റുമായിട്ട് MOU ചെയ്തു. അൽഹംദുലില്ലാ. ജൂലൈ 23 ഏകദേശം നമ്മൾ MOU തുടങ്ങിയത്. MOUവിൻ്റെ ശേഷം അൽഹംദുലില്ലാ നമ്മൾ വലിയ, അതായത് ചെറുപ്രായത്ത് ഓതിയ ഉമ്മമാർ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ പങ്കെടുത്ത് PPI പ്രോഗ്രാം പെങ്ങാജിയാൻ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം നമ്മൾ തുടങ്ങി. അൽഹംദുലില്ലാ. ജൂലൈ 23 ഫെബ്രുവരി 24 വരെ അത് പൂർത്തിയാക്കി 8 മാസം കൊണ്ട്. അൽഹംദുലില്ലാ. ചെറിയ പ്രായത്തിൽ പഠിച്ച ആ പാഠങ്ങളെല്ലാം, പ്രത്യേകിച്ച് ഫിഖ്ഹിൻ്റെ കാര്യങ്ങളെല്ലാം വീണ്ടും അവർക്ക് ഒരു അവസരം കിട്ടുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അൽഹംദുലില്ലാ. വളരെ സന്തോഷത്തിൽ കൂടി അവർ ആ ക്ലാസ് പൂർത്തിയാക്കി. അൽഹംദുലില്ലാ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണം നമ്മളെ കഴിഞ്ഞ മൗലിദ് റസൂലിൽ അൽഹംദുലില്ലാ മഹാനായ പാണക്കാടിൻ്റെ ഒരു പേരക്കുട്ടിയായ ഒരു സയ്യിദ സിജൽ നൽകി ഭംഗിയായിട്ട് പ്രോഗ്രാം പൂർത്തിയാക്കി. അൽഹംദുലില്ലാ. 2ാമത്തെ പദ്ധതിയാണ് ക്ലാസ് ഓൺലൈൻ ഭാഷ മലയാളം. അൽഹംദുലില്ലാ. അത് ഇവിടുത്തെ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ നമ്മളിവിടുത്തെ 3ാമത്തെ തലമുറയാണ്. അതിൽ വലിയാപ്പമാർ ഇവിടെ വന്ന്, പിന്നെ നമ്മൾ ഉപ്പ, ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ തലമുറ. ഇവിടുന്ന് കുറേ ആളുകൾ മലയാളം വായിക്കാൻ തീരെ നമ്മൾക്കിപ്പം, ഞാൻ തന്നെ മലയാളം വായിക്കൂല. മലയാളം പറയാൻ അൽഹംദുലില്ലാ ഏകദേശം ഞാൻ പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഏകദേശം മനസ്സിലാവുമായിരിക്കും. ദാറുൽ ഹുദയിലുള്ളവർക്ക് ചിലത് മനസ്സിലാവും, ചിലത് മനസ്സിലാവുള്ളായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പോൾ വീണ്ടും ഈ മലയാളം എങ്ങനെ നമ്മൾ എടുക്കണം, എങ്ങനെ നമ്മൾ ഇത് തിരിച്ചും വീണ്ടും നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല മലയാളം. അങ്ങനെയാണ് നമ്മൾ ഈ
ക്ലാസ് മലയാളം തുടങ്ങി അൽഹംദുലില്ലാ നല്ല നിലക്ക് അത് പൂർത്തിയാക്കാൻ ഫെബ്രുവരിയിൽ നമ്മൾ തുടങ്ങി 24 നവംബറിൽ പൂർത്തിയാക്കി അൽഹംദുലില്ലാ. അതിൽ കുറെ ഉമ്മമാർ തന്നെ ഉണ്ട്. അതിൽ ഉമ്മമാരും പങ്ങന്മാരും അതിൽ കുട്ടികളും ഉണ്ട്. അൽഹംദുലില്ലാ നല്ല രീതിയിൽ പൂർത്തിയാക്കി അൽഹംദുലില്ലാ. വീണ്ടും ഇങ്ങനത്തെ ഒരു അതായത് മലയാളം എഴുതി കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത് സംസാരിക്കാനാണ്, പക്ഷെ ഇത് എഴുതി കൊണ്ട് മലയാളം വായിക്കാനും എഴുതാനും അത് സംസാരിക്കാനും ഉള്ള അങ്ങനത്തെ ഒരു പദ്ധതി വന്നതിൽ അൽഹംദുലില്ലാ ഇതിനെ പ്രവർത്തിച്ച പ്രത്യേകിച്ച് ദാറുൽ ഹുദയുടെ ഭാഗത്തുനിന്ന് എല്ലാ നിലക്കും സഹായം ചെയ്ത സിപേറിന്റെ ഭാഗമായിട്ടും ഉസ്താദുമാര് പ്രത്യേകിച്ച് ഉസ്താദുമാര് വളരെ അധ്വാനിച്ചിട്ടാണ് അതിനുള്ള വീഡിയോകളും. ഇത് ഫസ്റ്റ് പ്രോഗ്രാം അല്ല, അതുകൊണ്ട് ചില പുതിയ ഡ്യൂട്ടികളൊക്കെ ഉസ്താദ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. അതായത് വീഡിയോ ഉണ്ടാക്കാനും അതിനുള്ള എല്ലാ തയ്യാറിനും അവർ അധ്വാനിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ ഉസ്താദക്ക് നന്ദി അറിയിക്കുകയാണ്. അൽഹംദുലില്ലാ. അതുമാതിരി ഇതിന്റെ പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രവർത്തിച്ച ഡോക്ടർ ഹമീദ് മൊയ്തീൻ മൂപ്പറ എല്ലാ സമയത്തും ഏത് സമയത്തും മൂപ്പറ് ഇങ്ങനെ ഉസ്താദന്മാരോട് ചോദിച്ചിട്ടും അതേമാതിരി നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഫീഡ്ബാക്കും എങ്ങനെയൊക്കെ എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം ഏത് സമയത്തും ചോദിച്ചുകൊണ്ട് ഇത് ഈ ക്ലാസ് നല്ല രീതിയിൽ പൂർത്തിയാക്കി അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇതുപോലെ അൽഹംദുലില്ലാ ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ വേറെ അറബി കോഴ്സും ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ മുന്നോട്ട് പോവാം. അൽഹംദുലില്ലാ. ഒന്നും കൂടിയും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ സയ്യിദ് മുഹ്സിൻ തങ്ങൾ നമ്മൾ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാ തങ്ങൾ പാപ്പ ഇതുപോലെ എല്ലാ പ്രോഗ്രാമിലും നമ്മളെ ഈ ഇർഷാദിയ ഒരു ചെറിയ മദ്രസയാണ് അൽഹംദുലില്ലാ. പക്ഷെ ദാറുൽ ഹുദ അതിൻ്റെ ഭാഗമായി സിപേറ്റ് നമ്മളെ കൂടെ യോജിച്ച് ഇങ്ങനെ പോയത് കൊണ്ട് അൽഹംദുലില്ലാ പുതിയ മദ്രസയിൽ ഒരു പുതിയ ജീവൻ തന്നെ ഉണ്ട് എന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. എന്ത് കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള മദ്രസകളൊക്കെ കുറേ മദ്രസകൾ ഉണ്ടായിരുന്നേ, പക്ഷെ അതിൻ്റെ കൂട്ടി പോകേണ്ട ഓരോരോ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഈ മദ്രസ കൊണ്ട് നമ്മൾക്ക് വേറെ ഉപകാരങ്ങളൊക്കെ ചെയ്യാമെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചതും ഇങ്ങനെ യോജിച്ചത് കൊണ്ട് അൽഹംദുലില്ലാ നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി. അൽഹംദുലില്ലാ. ഇതുപോലെ ഇനി വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നല്ല വിജയമായിട്ട് പോകാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഒന്നുകൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹാജി യൂസുഫ്. അടുത്തതായി സിപെറ്റിന്റെ കരുത്തനായ ഡയറക്ടറും മലയാള ഭാഷ കോഴ്സിന് വേണ്ടി നമുക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്ന പ്രിയപ്പെട്ട ഹാഷിം ഹുദവി നമ്മോട് സംസാരിക്കുന്ന അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. ഇൻഷാല്ലാ നമ്മുടെ ദാറുൽ ഹുദ രജിസ്ട്രാർ ഡോക്ടർ റഫീഖ് ഹുദവി ആദ്യം സംസാരിക്കും. ഇൻഷാല്ലാ ഉസ്താദിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു നിമിഷത്തിലാണുള്ളത്. ഒന്നാമത് ഇതിൽ പങ്കെടുക്കുന്ന ആളുകളെ കണ്ടിട്ട് ഞങ്ങൾ ആദ്യമേ സന്തോഷത്തിലായിരുന്നു. ഏകദേശം ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആളുകളും ഇന്ന് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം മുമ്പ് യൂസുഫ് കയും അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞിട്ടുള്ള അഷ്റഫ് ഉസ്താദൊക്കെ സൂചിപ്പിച്ചു. ഡോക്ടർ ഹമീദ് മൊയ്തീന് കേരളത്തിലേക്ക് വരികയും അങ്ങനെ സിപെറ്റുമായിട്ട്
ഇർഷാദിയ മദ്രസയുമായിട്ട് സീപ്പറ്റ് ഒരു MOU ഒപ്പിട്ടു. അത് സീപ്പറ്റിന്റെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ലായിരുന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. അതിനെ തുടർന്ന് ആദ്യമായിട്ട് പ്രായമായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെയുള്ള CCIP അതോടെ സൂചിപ്പിച്ചു, അങ്ങനെ കോഴ്സ് തുടങ്ങി. അത് വളരെ വിജയകരമായിരുന്നു, പൂർത്തിയായി. അതിൻ്റെ ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം കഴിഞ്ഞു. അതിനോടുകൂടെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു കോഴ്സായിരുന്നു മലയാളം കോഴ്സ്. അഷ്റഫ് ഉസ്താദോടെ സൂചിപ്പിച്ചു, കേരളവും മലേഷ്യയും തമ്മിലുള്ള ബന്ധം വളരെ കാലത്തേക്ക് വളരെ സുദൃഢമായിട്ട് ആ ബന്ധം നിലനിന്നിരുന്നു. നമ്മുടെയൊക്കെ പിതാക്കളൊക്കെ ഏറ്റവും നല്ല രീതിയിൽ മലയാളം സംസാരിച്ചിരുന്നു. അപ്പോൾ ആ ഒരു കണ്ണി അറ്റുപോകുന്നൊരു സാഹചര്യത്തിലാണ്, പ്രത്യേകിച്ച് ഭാഷാപരമായിട്ടുള്ള ആ കണക്ഷൻ അവസരത്തിലാണ് സീപ്പറ്റുമായിട്ട് സഹകരിച്ചിട്ട് ഇത്തരത്തിലൊരു കോഴ്സ് തുടങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടന സെഷനിലും നമ്മൾ ഈ രീതിയിൽ ഒരുമിച്ച് കൂടിയിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഇതിലുണ്ടായിരുന്നു, പക്ഷെ എത്ര ആളുകൾ അന്ന് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. സാധാരണ ഒരു കോഴ്സിലൊക്കെ നേരെ തിരിച്ചാണ് നമ്മുടെ അനുഭവം ഉണ്ടായത്. തുടക്കത്തിൽ കുറേ ആളുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അവസാനമാകുമ്പോഴേക്കും ഈ ആളുകളുടെ സജീവത നമുക്ക് പലപ്പോഴും നിലനിർത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ ഈ മലേഷ്യയുമായിട്ടുള്ള നമ്മുടെ അനുഭവം നേരെ തിരിച്ചാണ്. തുടക്കത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണ് ഇതിൽ പങ്കെടുത്തെങ്കിൽ ഏകദേശം ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മദ്രസയുടെ ഭാഗമായിട്ട് ഈ സംരംഭങ്ങളുടെ ഭാഗമായിട്ടൊക്കെ മലേഷ്യയിൽ നമ്മോട് സഹകരിക്കുന്ന ഏകദേശം എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് സ്വാഗത പ്രസംഗത്തിനും അതുപോലെ തന്നെ യൂസുഫ് ഖാൻ്റെ പ്രസംഗത്തൊക്കെ മനസ്സിലായിട്ടുള്ളത്. റബ്ബ് തആല നമ്മൾക്കിടയിലുള്ള ഈ ബന്ധം നിലനിർത്തി തെരുമാറാകട്ടെ. ആമീൻ. ഏതായാലും കൂടുതലായിട്ട് സംസാരിക്കാനില്ല. കുറേ ആളുകൾ നമ്മളോട് എന്ത് ചെയ്യുന്നുണ്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കാത്തു നിൽക്കുന്നുണ്ട്. ഏതായാലും ആദ്യമായിട്ട് ഞാൻ യൂസുഫ് ഖയുടെ നേതൃത്വത്തിലെ ഈ ടീമിന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളെ ഹമീദ് മൊയ്തീൻ ഇതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അൽ-ഇർഷാദിയിലെ ഉസ്താദുമാരാണ് അവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ആ സമയത്തൊക്കെ ചെയ്തു തീർത്തിട്ടുള്ളത്. പലപ്പോഴും നമുക്ക് സീപ്പറ്റിൻ്റെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു സംരംഭമായിട്ടാണ് നമുക്ക് ഫീല് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ സംസാരത്തിൽ മനസ്സിലായിട്ടുള്ളത് അതുണ്ടാക്കിയിട്ടുള്ള നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഇത് വളരെ വലുതാണ്. ഏതായാലും ഈ ഒരു സംരംഭങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ തക്കതായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു വീട്ടിലും നൽകുമാറാകട്ടെ. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങളൊക്കെ അധികം പേരും അറിഞ്ഞതുപോലെ നമ്മുടെ ദാറുൽ-ഹുദയുടെ 40-ാം വാർഷികം, അതിൻ്റെ സമാപന സമ്മേളനം ഈ വരുന്ന ജനുവരിയിൽ 2025 ജനുവരി 10, 11, 12 തീയതികൾ ദാറുൽ-ഹുദയിൽ വെച്ച് നടക്കുക. അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. എല്ലാവരെയും ആ ഒരു പരിപാടിയിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ്. കുറേ ആളുകളൊക്കെ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുന്നതാണ്. കൂടുതലായിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഹാഷിം ഹുദവി, ജാബിർ ഉസ്താദൊക്കെ അവിടെ അവരൊക്കെ സംസാരിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ദാറുൽ ഹുദ രജിസ്ട്രാറും പ്രമുഖ ചിന്തകനുമായ ഡോക്ടർ റഫീഖ് ഹുദവി എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഹാഷിം ഹുദവി നമ്മോട് സംസാരിക്കും. ജാബിർ സംസാരിച്ചു. ജാബിർ ഹുദവി കുറച്ച് പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഹാജി യൂസുഫ്, ഡോക്ടർ ചെഗു ഹമീദ് സാഹിബ്, ഡോക്ടർ റഫീഖ് അലി ഹുദവി സാഹിബ്, മറ്റു സീപ്പറ്റിൻ്റെയും അൽ-ഇർഷാദിയ മദ്രസയുടെയും ഭാരവാഹികളെ, അവിടുത്തെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ കോഴ്സിലെ പഠിതാക്കളെ, മറ്റു വിശിഷ്ട വ്യക്തികളെ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നേരത്തെ റഫീഖ് അലി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന ഈ കോഴ്സ് കഴിയുമ്പോൾ അതിലെ പഠിതാക്കളും അതിൻ്റെ
നടത്തിപ്പുകാരും എല്ലാവരും ഏറെ സന്തുഷ്ടരും അതിൽ തൽപരരുമാണ് എന്നത് നമ്മുടെ ഈ കോഴ്സ് വലിയ വിജയമാണ് എന്ന ഒരു അഭിമാനബോധം നമുക്ക് നൽകുന്നു. സത്യത്തില് ദാറുൽ ഹുദയും മലേഷ്യയും തമ്മിലുള്ള ബന്ധം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ദാറുൽ ഹുദയിൽ നിന്ന് ഡോക്ടർ ഷഫീഖ് ഹുസൈൻ ഹുദവി മലേഷ്യയിൽ ഉപരിപഠനാർത്ഥം പോയ കാലം മുതലേ ജോഹറിലേക്ക് അദ്ദേഹം പോകുന്നുണ്ട്. ഏകദേശം 10-15 വർഷങ്ങൾക്ക് മുമ്പേ ബഹുമാനപ്പെട്ട യൂസുഫ് സാഹിബ് കേരളത്തിൽ സന്ദർശിക്കുകയും ദാറുൽ ഹുദയിലേക്ക് വരികയും പലപ്പോഴുമായി ബഹാവുദ്ദീൻ ഉസ്താദിനെയും മറ്റു ദാറുൽ ഹുദയുടെ ഭാരവാഹികളെയൊക്കെ ജോഹറിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനും 2010-11 കാലത്ത് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിന്റെ കൂടെ അവിടുത്തെ ഇർഷാദിയ മദ്രസയിലും മറ്റു പല മദ്രസകളിലും സന്ദർശിച്ചിരുന്നു. പിന്നീട് ഇവിടുത്തെ പല ഹുദവികളും വർഷങ്ങൾക്ക് മുമ്പേ പല ഹുദവികളും അവിടെ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഇർഷാദ് ഹുദവി അടക്കമുള്ള ആളുകൾ സേവനം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഈ ബന്ധം നാൾക്കുനാൾ കൂടുതൽ സജീവമായി പുരോഗമിച്ചു പോകുന്നു എന്നത് മനപ്പൊരുത്തമുള്ള അള്ളാഹുവിന്റെ പൊരുത്തമുള്ള ഒരു ബന്ധമാണിത് എന്ന് സൂചിപ്പിക്കുന്നു. അള്ളാഹു അത് കൂടുതൽ ശക്തമായി നിലനിർത്തി തരുമാറാവട്ടെ. ഇപ്പൊ അൽഹംദുലില്ലാഹ് മലേഷ്യയുമായിട്ട് ശിഷ്യ ബഹുമാനപ്പെട്ട ചേഗു ഹമീദ് സാഹിബുമായി കൂടി നമ്മുടെ ഈ ബോണ്ട് യൂസുഫ് കവൈക്ക് അങ്ങനെ നമുക്ക് അദ്ദേഹത്തെ കൂടി കിട്ടിയപ്പോൾ ഇത് കൂടുതൽ ശക്തി പ്രാപിച്ചു. കുറച്ചുകൂടി അക്കാദമികമായ തലത്തിലേക്ക് കൂടി അതിനെ വ്യാപിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. കഴിഞ്ഞ തവണ 1 വർഷം മുമ്പ് നവംബറിലായിരുന്നു മലേഷ്യയിൽ ഞാൻ സന്ദർശിച്ചത്. അന്ന് സജീവമായി അൽ ഇർഷാദിൽ നമ്മൾ യോഗം ചേരുകയും ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും ചെയ്തു. അവിടുത്തെ പല യൂണിവേഴ്സിറ്റികളും അന്ന് സന്ദർശിക്കുകയും ദാറുൽ ഹുദയുമായുള്ള MOUന്റെ ആദ്യ പടി തുടങ്ങാൻ നമുക്ക് സാധിക്കുകയും ചെയ്തു. ഇപ്പോഴും ദാറുൽ ഹുദയിലെ നിരവധി വിദ്യാർത്ഥികൾ മലേഷ്യയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ദാറുൽ ഹുദയുടെ മലേഷ്യയുമായിട്ടുള്ള ഈ ബന്ധത്തിന്റെ സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് കാക്കും ചേഗു സാഹിബിനും മറ്റുള്ളവർക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട ബഹാദി ഉസ്താദ് അടക്കം മലേഷ്യയിൽ ഒരു ക്യാമ്പസ് തന്നെ തുടങ്ങുന്നതിലേക്ക് നമുക്ക് വളരണം എന്നൊരാഗ്രഹം വർഷങ്ങൾക്ക് മുമ്പേ പങ്കുവച്ചിരുന്നു. അപ്പൊ അതിലേക്കൊക്കെയുള്ള ഒരു സുശക്തമായ ചവിട്ടുപടികളാണ് നാം ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ദാറുൽ ഹുദക്ക് വിശാലമായ രീതിയിൽ അവിടെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെയുള്ള മലബാരി കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ ദാറുൽ ഹുദ അറിയുകയും അവർക്ക് നമ്മോട് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുകയും ഈ ദാറുൽ ഹുദയുടെ സന്ദേശവും അതിന്റെ വിഷനും മിഷനും ഒക്കെ എന്താണ് എന്ന് അവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കുകയും ചെയ്യുമ്പോഴാണ് അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുക. അൽഹംദുലില്ലാഹ് ഇന്ന് ദാറുൽ ഹുദയുടെ കേവലമായ ഗുണകാംക്ഷികൾ മാത്രമല്ല, മറിച്ച് ദാറുൽ ഹുദ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായ ആളുകളാണ് ഈ കോഴ്സ് ചെയ്ത ആളുകളൊക്കെ. ദാറുൽ ഹുദയിൽ ഡയറക്റ്റ് ആയിട്ട് പഠിക്കുന്ന കുറെ ആളുകളുണ്ട്. അതോടൊപ്പം ദാറുൽ ഹുദയുടെ വിദൂര വിദ്യാഭ്യാസ സംരംഭത്തിലൂടെ ഇതിന്റെ ഒരു ഫാമിലി, വലിയൊരു ഫാമിലിയാണിത്. ലോകത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് ഇടപെടണമെന്ന് താല്പര്യപ്പെടുന്ന വലിയ ഒരു ഇസ്ലാമിക് കമ്മ്യൂണിറ്റിയാണ് ദാറുൽ ഹുദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ, അതിലെ വിദ്യാർത്ഥികൾ ദാറുൽ ഹുദയിലെ ഫോർമൽ എഡ്യൂക്കേഷനിൽ തന്നെ 10,000-ലധികം വിദ്യാർത്ഥികൾ കേരളത്തിലും ഇന്ത്യയിലെ വിവിധ ക്യാമ്പസുകളിലുമായിട്ട് പഠിക്കുന്നുണ്ട്. ഇൻഫോർമൽ എഡ്യൂക്കേഷനിലും ഏകദേശം അതിനോട് സമാനമായ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അതിന്റെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഹാദിയ എന്ന ഒരു സംഘടനയുണ്ട്. അതിന് കീഴിലും കേരളത്തിനകത്ത് പുറത്ത് UAE അടക്കമുള്ള രാജ്യങ്ങളിൽ വ്യത്യസ്തമായ സംവിധാനങ്ങളിലൂടെ ലക്ഷക്കണക്കിനായ വിദ്യാർത്ഥികൾ പഠിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള വലിയ ഒരു കമ്മ്യൂണിറ്റിയുടെ, പ്രത്യേകിച്ച് മലബാർ വേരുകളുള്ള നമ്മളെല്ലാവരും ഒരേ വേരുകളുള്ള, ഒരേ പൈതൃകമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒരേ ആശയവും മനപ്പൊരുത്തവും ഒക്കെയുള്ള ഒരു ടീമാണ്. അപ്പൊ അത്രയും വലിയ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ മലയാളത്തിന്റെ ബേസിക് കോഴ്സ് ചെയ്യുന്നതിലൂടെ മലേഷ്യയിലെ ഈ മലബാരി കമ്മ്യൂണിറ്റി ആയത് എന്ന് നാം മനസ്സിലാക്കുകയും അതില് വലിയ അള്ളാഹുവിന്റെ ഒരു നിയമത്താണ്, കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയാണ് അത് തുറന്നു തരുന്നത് എന്ന് മനസ്സിലാക്കുകയും ചെയ്യണം. കഴിഞ്ഞ തവണ ഞാൻ ഓർക്കുന്നു, ബഹുമാനപ്പെട്ട ചേഗു സാഹിബ് ഇവിടെ വരികയും പിന്നീട് രാജസ്ഥാനിലും മറ്റൊക്കെയുള്ള ഹാദിയയുടെ മക്തബുകള് മറ്റു കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുകയും പിന്നീട് മലേഷ്യയിൽ പോയി അവിടുത്തെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വളരെ സജീവമായിട്ട് ഇടപെടുകയൊക്കെ ചെയ്ത് ഞാൻ ഓർക്കുന്നു.
അപ്പൊ ചെറിയൊരു കണക്ഷനിലൂടെ നമുക്ക് വേറെയും കുറെ ആയിരക്കണക്കിനായ ആളുകളെ, മുസ്ലിങ്ങളെ സഹായിക്കാന്, അവരെ ഹെൽപ്പ് ചെയ്യാന്, അവരുടെ വേദനകള് ദുഃഖിക്കാന്, അവരുടെ സന്തോഷങ്ങളിൽ പങ്കെടുക്കാന്, അവരുടെ ദുആകളിൽ നമുക്കൊരു ഇടമുണ്ടാവാന്, ഇങ്ങനെയൊക്കെയുള്ള വളരെ വലിയ വിശാലമായ ഒരു അർത്ഥം ആണ് ഇതിനുള്ളത്. മാത്രമല്ല ഈ ഭാഷ പഠിക്കുന്നതിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പൈതൃകത്തിലേക്ക് ഒന്നുകൂടി മുന്നോട്ട് പോകാനുള്ള ഒരു അവസരം കൂടി ഇത് കൈവരുന്നു. ഏതായാലും അള്ളാഹു നമ്മുടെ ഈ സംരംഭം സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടിയിട്ട് പല ആളുകളും അധ്വാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്രസ ഇർഷാദിയിലെ അധ്യാപകരും അവിടുത്തെ മാനേജ്മെന്റും ഈ നിങ്ങൾ ഈ കോഴ്സിൽ ചേർന്ന പഠിതാക്കളും അതിന് സപ്പോർട്ട് ചെയ്ത ചേഗു ഹമീദിനെ പോലത്തെ ആളുകളും സീപ്പറ്റിന്റെ ആളുകളും എല്ലാവരും ഇതിന് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു പുതിയൊരു ആശയമാണല്ലോ. അപ്പൊ വളരെ വിജയകരമായിട്ട് സമയബന്ധിതമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്കുകള്, സജഷനുകള് അതൊക്കെ പരിഗണിച്ച് ഇനിയും കൂടുതൽ വിശാലമായ രീതിയിൽ കൂടുതൽ മേഖലകളിലേക്ക് നമുക്ക് ഈ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതിന് സേവനം ചെയ്ത എല്ലാവരുടെയും ഖിദ്മത്തുകളെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിച്ച് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാറുൽ ഹുദ മുൻ രജിസ്ട്രാറും പണ്ഡിതനുമായ ജാബിർ അലി ഹുദവിയാണ് നമ്മൾ സംസാരിച്ചത്. അൽഹംദുലില്ലാഹ്, എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ബഹുനിരായ ഹാഷിം ഹുദവി നമ്മോട് സംസാരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഹാജി യൂസുഫ് സാഹിബ് അവർകൾ, ഹുദയുടെ ഉസ്താദുമാർ, മദ്രസ ഇർഷാദിയയിലെ അധ്യാപകർ, നമ്മുടെ ഗുണകാംക്ഷികൾ, മലയാളം ലാംഗ്വേജ് ലേണിംഗ് കോഴ്സ് പൂർത്തീകരിച്ച പഠിതാക്കൾ, അൽഹംദുലില്ലാഹ് നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ മദ്രസ ഇർഷാദിയയുമായി ഉണ്ടാക്കിയ ഈ ഒരു MOU അടിസ്ഥാനത്തിൽ നമുക്ക് 2 കോഴ്സുകൾ ഇപ്പോൾ പൂർത്തീകരിക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ ദാറുൽ ഹുദയിലെ വിദ്യാർത്ഥികൾക്ക്, ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മലയാള ലാംഗ്വേജ് കോഴ്സും നടന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അതും ഈ മാസത്തോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ച പോലെ ദാറുൽ ഹുദയുടെ റൂബി ജൂബിലി 40ാം വാർഷികത്തിന്റെ ഭാഗമായി അതിന്റെ കോൺവെക്കേഷൻ കൂടി നടത്താൻ സാധിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദാറുൽ ഹുദ അതിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ വേണ്ടി 2012 സിപെറ്റ് എന്ന പേരിൽ സെന്റർ ഫോർ പബ്ലിക് എഡ്യൂക്കേഷൻ ട്രെയിനിങ് തുടക്കം കുറിക്കുന്നത്. വിവിധ കോഴ്സുകളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി അത് മുന്നോട്ട് പോകുമ്പോൾ ദേശീയ തലത്തിലേക്കും അന്തർദേശീയ തലത്തിലേക്കൊക്കെ ഇതിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണമെന്നുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്താണ് നമ്മുടെ മദ്രസ ഇർഷാദിയെയും ബഹുമാനപ്പെട്ട ഹാജി യൂസുഫ് സാഹിബിന്റെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട ജാബിർ ഉസ്താദും റിഷാദ് ഹുദവി അതുപോലെ ചേഗു ഹമീദ് ഇവരൊക്കെ അടങ്ങിയ ഒരു സംഘം ഇതിന്റെ പിന്നിൽ ചർച്ച നടക്കുകയും നമ്മുടെ ഇവിടെ സന്ദർശിക്കുകയും ഈ ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുകയും ചെയ്തത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ CCICP കോഴ്സിന്റെ കോൺവെക്കേഷൻ വളരെ ഭംഗിയായി ധാരാളം ആളുകളൊക്കെ പങ്കെടുത്ത് നടത്തപ്പെട്ട അതിന്റെ ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടതിൽ വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ ഇപ്പൊ ഈ മലയാളം ലാംഗ്വേജ് കോഴ്സിന്റെ സമാപന സംഗമത്തിൽ ധാരാളം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന പഠിതാക്കളുടെ മലയാള ഭാഷ എഴുതുന്നതും മറ്റു കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് നമ്മുടെ ഡോക്ടർ ഹമീദ് നമുക്ക് വിട്ടുതരും വാട്സപ്പിൽ. അപ്പോ അതിന്റെ നമ്മുടെ മലയാള ഭാഷകളിൽ അതിന്റെ എഴുത്തുകളും ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മളത് തയ്യാറാക്കി തന്ന പുസ്തകം അത് അടിസ്ഥാനത്തിലൊക്കെ അവർ എഴുതുന്നതും മറ്റൊക്കെ ഫോട്ടോസ് അയച്ചു തരാറുണ്ട്. അതൊക്കെ കാണുക വലിയ സന്തോഷം. ഇൻഷാ അല്ലാഹ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മുടെ 40ാം വാർഷികത്തിന്റെ ഭാഗമായി മദ്രസ ഇർഷാദിയയുടെ പ്രതിനിധികൾ ദാറുൽ ഹുദയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് തുടർ ചർച്ചകൾക്ക് ശേഷം വ്യത്യസ്ത കോഴ്സുകൾ, നിലവിൽ സിപെറ്റിന് കീഴിൽ നടക്കുന്ന കോഴ്സുകളും അതോടൊപ്പം തന്നെ നമുക്ക് മലേഷ്യയിലേക്ക് തന്നെ അവിടേക്ക് പറ്റുന്ന മറ്റു കോഴ്സുകളൊക്കെ ചർച്ച ചെയ്ത് സിപെറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ഭംഗിയായിട്ട് അതൊക്കെ നടത്താൻ സാധിക്കേണ്ടതുണ്ട്.
ഈ ഒരു ബന്ധം നേരത്തെ ജാബിർ ഉസ്താദ് സൂചിപ്പിച്ച ദാറുൽ ഈ അന്തർദേശീയ തലത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പ്രത്യേകിച്ച് സീപറ്റിന്റെ പ്രവർത്തനങ്ങളിൽ മദ്രസ ഇർഷാദിയിലൂടെ അത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിച്ച അധ്വാനിച്ച പ്രത്യേകിച്ച് മദ്രസ ഇർഷാദിയിലെ ഉസ്താദുമാർ, അവരുടെ ക്ലാസ്സുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടാറുണ്ട്. വളരെ ഭംഗിയായി അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അവർക്കൊക്കെ നന്ദിയും കടപ്പാടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സീപറ്റിന്റെ ഡയറക്ടർ ഹാഷിം ഹുദവിയാണ് സംസാരിച്ചത്. എല്ലാവിധ അഭിനന്ദനങ്ങളും സമർപ്പിക്കുകയാണ്. അടുത്തതായി മദ്രസ അൽ ഇർഷാദിയ സദർ മുഅല്ലിമും മികവുറ്റ അധ്യാപന ശൈലി കൊണ്ട് ഭാഷാ മലയാളം കോഴ്സിനെ ജനപ്രിയമാക്കിയ ഭാഷാ മലയാളം കോഴ്സിന്റെ അധ്യാപകൻ കൂടിയായ നാസർ ഫൈലി നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദ് മുഹസിൻ തങ്ങൾ, അതുപോലെ ദാറുൽ ഹുദയിലെ പ്രഗത്ഭരായ ഉസ്താദുമാർ, മദ്രസ അൽ ഇർഷാദിയ മാനേജ്മെന്റ് ഭാരവാഹികൾ, തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ നമ്മുടെ ഈ മലയാള ഭാഷ പഠന കോഴ്സിൽ പങ്കെടുത്ത പഠിതാക്കൾ, മറ്റു സഹോദര സഹോദരിമാർ, അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം നിറഞ്ഞൊരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല ഈ സംഗമം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അത്യാവശ്യം ഇന്ന് നമ്മൾ മീറ്റിംഗിൽ പറയാൻ ഉദ്ദേശിച്ച ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മുടെ യൂസുഫ് കയ്യും സംസാരത്തിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ മലയാള പഠന ഭാഷാ കോഴ്സിന്റെ ആവശ്യകത എന്നും എങ്ങനെയാണ് ഇതിന് തുടക്കം കുറിക്കേണ്ടി വന്നത് എന്നും ഒക്കെയാണ് ഇത്രയും ആളുകൾ സംസാരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അൽഹംദുലില്ലാഹ്, എല്ലാവരും സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മലേഷ്യയിലെ ജോഹോർ ഉളുത്തിറാം പ്ലാങ്കിന്തയിൽ വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദീനി സ്ഥാപനമാണ് മദ്രസ അൽ ഇർഷാദിയ. അൽഹംദുലില്ലാഹ്, വളരെ നല്ല രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഇനി എത്രമാത്രം എന്തൊക്കെ നമ്മൾക്ക് പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നുള്ള ചിന്തയിൽ നിന്നാണ് കേരളത്തിലെ ഉന്നത മതകലാലയമായ ദാറുൽ ഹുദയിലെ വിദൂര വിദ്യാഭ്യാസ വിഭാഗമായ സീപറ്റുമായി കഴിഞ്ഞ 2023 ജൂലൈ 22 ഏകദേശം MOU ചെയ്യുകയും അതിന്റെ ഭാഗമായി നമ്മുടെ വനിതകൾക്ക് പ്രോഗ്രാം പിങ്ങാജിയാൻ ഇസ്ലാം എന്ന പേരിൽ ഫർദു ഐൻ ക്ലാസ് വിവിധ വിഷയങ്ങളിലായി വളരെ ഭംഗിയായി അത് പൂർത്തീകരിക്കാനും അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം കഴിഞ്ഞ മൗലിദുർ റസൂൽ പ്രോഗ്രാമിൽ നടത്തപ്പെടുകയും ചെയ്തു. തുടർന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ മലയാള കോഴ്സ് ആരംഭിക്കുകയുണ്ടായി. മലേഷ്യയിലെ മലബാരികൾക്ക് അവരുടെ ഐഡന്റിറ്റിയായ അവർ പറയും ബഹസ് ഇബു, അവരുടെ മാതൃഭാഷ, അത് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് വളരെ ചുരുക്കം ആളുകൾക്ക്, വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് മലയാളം എഴുത്തും വായനയും അറിയുന്ന ആളുകൾ. സംസാരിക്കുന്ന ആളുകൾ ഏകദേശമൊക്കെ ഉണ്ടെങ്കിലും മലയാള ഭാഷ എഴുതാനും വായിക്കാനും അറിയുന്നവർ വിരലിൽ എണ്ണാവുന്ന ചുരുക്കം ആളുകൾ മാത്രമാണ്. പക്ഷെ ഇവർക്ക് ഇവരുടെ എക്കാലത്തെയും വലിയൊരു ആഗ്രഹമായിരുന്നു എഴുതാനും വായിക്കാനും പഠിക്കുക എന്നുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അവസരം മദ്രസ ഇർഷാദിയയും സീപറ്റും അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ രണ്ട് കൈയും നീട്ടിക്കൊണ്ട് വളരെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുകയും ഈ ഉളുത്തിറാമിൽ ജോഹറിൽ നിന്ന് മാത്രമല്ല മലേഷ്യയുടെ വിവിധ സ്റ്റേറ്റുകളിലുള്ള വിദൂര ഭാഗത്ത് നിന്ന് ആളുകൾ പോലും ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഒരു കൊല്ലത്തോളം നീണ്ടുനിന്ന ഈ മലയാള ഭാഷാ പഠന കോഴ്സിൽ മലയാള അക്ഷരമാല മുതൽ അതിൽ നമ്മൾ തുടങ്ങി
ഓരോ വ്യക്തികൾക്കും മലയാള അക്ഷരമാലാക്രമത്തിൽ അതിന്റെ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും അത് എങ്ങനെയാണ് അത് വായിക്കേണ്ട രൂപം, എഴുതേണ്ട രൂപം എന്നൊക്കെ മനസ്സിലാക്കി തുടർന്ന് അതുമായി ചേർന്ന് വരുന്ന ആ അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ പഠിപ്പിച്ച് അത് അവരെ കൊണ്ട് വായിപ്പിക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്ത് പല വിധത്തിലുള്ള ആക്ടിവിറ്റികൾ നൽകി അതാത് ദിവസത്തേക്കുള്ള ക്ലാസ്സുകൾ നോട്ട്സായി നൽകിക്കൊണ്ട് ഓൺലൈനായി ഗൂഗിൾ മീറ്റിലൂടെ ആഴ്ചയിൽ 2 ദിവസം നടത്തിയ ഈ ക്ലാസ് അൽഹംദുലില്ലാഹ് വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. നമ്മുടെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ആ സാഹിത്യ സമ്പുഷ്ടമായ മലയാളം വല്ലാതെ ഇവർക്ക് വഴങ്ങുകയില്ല. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാള ഭാഷയോടൊപ്പം മലായി ഭാഷയും ഇംഗ്ലീഷും ചേർത്തിക്കൊണ്ട് എല്ലാവർക്കും, നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ മാത്രമല്ല 50-ന് മുകളിലുള്ള 60-ന് മുകളിലുള്ള ആളുകൾ വരെ നമ്മുടെ കോഴ്സിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അൽഹംദുലില്ലാഹ് അവരൊക്കെയും ഇന്ന് മലയാള ഭാഷ പഠിച്ച ആ ഒരു ആത്മനിർവൃതിയിലാണ്. ഒരു കഴിഞ്ഞ ആഴ്ച ഒരു സഹോദരി കണ്ടപ്പോ, ഉസ്താദെ മരിക്കുന്നതിന്റെ മുമ്പ് എനിക്ക് മലയാള ഭാഷ എഴുതാനും വായിക്കാനും ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം നേരിട്ട് കണ്ട് അറിയിക്കുകയും ആ സന്തോഷം പങ്കുവെക്കുകയും ഉണ്ടായി. അപ്പൊ ഇതിൽ നിന്ന് ഇതുപോലത്തെ ഒരുപാട് ആളുകൾ മലബാരി സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇൻഷാ അള്ളാഹ് ഇതിന്റെ തുടർ ഭാഗമായി നമുക്ക് അടുത്ത വർഷം ഇതിന്റെ 2ാമത്തെ ബാച്ച് നമുക്ക് ആരംഭിക്കേണ്ടതുണ്ട്. അതിലേക്ക് ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ പേര് നൽകിയവരുണ്ട്. അതുപോലെ തന്നെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള മറ്റ് ആളുകളൊക്കെയും നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങൾ ജോയിൻ ചെയ്യണം. നമ്മുടെ മലയാള ഭാഷ ഇവിടെ നിലനിൽക്കണം. അതിനു വേണ്ട എന്ത് സഹായവും ഇൻഷാ അള്ളാഹ് മദ്രസ ഇർഷാദിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ സീപറ്റിന്റെ ഭാഗത്തു നിന്നും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, മലയാള ഭാഷ അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും അതോട് ചേർന്ന് വരുന്ന വാക്കുകളും നിത്യജീവിതത്തിൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള സംസാരത്തിൽ വരുന്ന നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, അത് മലയാളത്തിലുള്ള വാചകങ്ങളിലൂടെ നമ്മൾ എഴുതി അതിന്റെ നോട്ട്സുകൾ നൽകി അതിന്റെ മലായി ഭാഷയും ഇംഗ്ലീഷും നൽകി അൽഹംദുലില്ലാഹ് ഒരു ക്ലാസ്സിൽ 10 വാചകങ്ങൾ 10 കമ്മ്യൂണിക്കേഷന്റെ വാക്കുകൾ നൽകി. ഈ രീതിയിലൊക്കെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ മലയാള ഭാഷ പഠന കോഴ്സ് നല്ല രൂപത്തിൽ കൊണ്ടുപോകാമെന്ന് കൂടി ആലോചിച്ചതിന്റെ റിസൾട്ടാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾക്ക് ഈ ക്ലോസിംഗ് സെറമണിയിൽ പങ്കുവെക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവസാന ഭാഗത്ത് ചെറിയൊരു ദഅവ എന്ന രീതിയിൽ ഹദീസ്, ചെറിയ ഹദീസുകൾ, ആയത്തുകൾ, നമ്മുടെ നാട്ടിലുള്ള പഴയ കവിതകൾ, പഴഞ്ചൊല്ലുകൾ തുടങ്ങി ഇതൊക്കെ നമ്മുടെ ഈ കോഴ്സിൽ പങ്കുവെക്കാനും അവരെ നമ്മുടെ പഠിതാക്കൾക്ക് സന്തോഷമാകുന്ന രൂപത്തിൽ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് അവസരമുണ്ടായി. ഇൻഷാ അള്ളാഹ് ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് അടുത്ത പദ്ധതികളായി മലയാളം ഇതിന്റെ 2ാമത്തെ ബാച്ച് തുടങ്ങേണ്ടതുണ്ട്. അതോടുകൂടി തന്നെ കഴിയുമെങ്കിൽ അത് ഓഫ്ലൈനായും ഓൺലൈനായും നടത്തി അത് വിജയിപ്പിക്കാനും താല്പര്യപ്പെടുന്നുണ്ട്. അതുപോലെ ഇതിനോട് ചേർന്ന് സിപറ്റുമായി ചേർന്നുകൊണ്ട് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ്, അറബിക് പഠന കോഴ്സ് കൂടി തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ അതാത് സമയത്ത് നിങ്ങളെ അറിയിക്കും. എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മലബാരികളുടെ ഇവിടെ കോഴ്സിൽ പങ്കെടുത്ത പല ആളുകൾക്കും നമ്മുടെ കേരളമൊക്കെ കാണാനും നമ്മുടെ ദാറുൽ ഹുദ കാണാനും മമ്പുറം മക്കാമ് സിയാറത്ത് ചെയ്യാനൊക്കെയുള്ള ആഗ്രഹങ്ങൾ അവർ ക്ലാസ്സിലൂടെ പങ്കുവെക്കുകയുണ്ടായി. അപ്പൊ അതിനൊക്കെയുള്ള അവസരങ്ങൾ ഈ ഒരു ബന്ധത്തിലൂടെ നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അള്ളാഹ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇത്രയും ഭംഗിയായി ഈ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിന്റെ ബാക്കിൽ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ മദ്രസ മാനേജ്മെന്റ് ഭാരവാഹികൾ, അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ചേകു ഹമീദ് മൊയ്തീൻ വളരെയധികം ഈ സമയത്ത് എല്ലാവിധ സന്തോഷവും പങ്കുവെക്കുകയാണ്. അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. അതുപോലെ ദാറുൽ ഹുദയുടെ കരുത്തരായ സിപറ്റിന്റെ പ്രവർത്തകർ അല്ലാഹു തആല അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളിലും എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. ഇവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത മുഴുവൻ പഠിതാക്കൾക്കും ഒരിക്കൽ കൂടി എല്ലാവിധ സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അടുത്തതായി ഭാഷ മലയാളം കോഴ്സ് ഇവിടെ നടപ്പിലാക്കുന്നതിൽ മുഖ്യ കാരക ശക്തിയായി പ്രവർത്തിക്കുകയും ഒരുപാട് പ്രയത്നങ്ങൾ നടത്തുകയും ചെയ്ത ബഹുനിരായ ഉസ്താദ് റിഷാദ് ഹുദവിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുള്ള മദ്രസ ഇർഷാദിയയുടെ മാനേജ്മെന്റ് ഭാരവാഹികൾ, ദാറുൽ ഹുദ സിപെറ്റ് ഭാരവാഹികൾ, ഉസ്താദുമാർ, രജിസ്ട്രാർ, അങ്ങനെ നമ്മുടെ പഠിതാക്കൾ, ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും ഞാൻ ഈ സമയത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മുടെ കോഴ്സിനെ പറ്റി, കോഴ്സ് തുടങ്ങാനുണ്ടായ കാരണങ്ങളെപ്പറ്റി എല്ലാം വളരെ വിശദമായി ഇവിടെ സംസാരിക്കുകയുണ്ടായി. മദ്രസയുടെ പ്രസിഡന്റ് ഹാജി യൂസുഫ് അലി ആധികാരികമായി മുഴുവനായും വിശദമായി സംസാരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മദ്രസ ഇർഷാദിയ 2024 ജൂണിൽ 15ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി. മദ്രസ ഇർഷാദിയയുടെ 15ാം വാർഷികവുമായി ബന്ധപ്പെട്ട് മദ്രസക്ക് സന്തോഷിക്കാനുള്ളത് ഈ 2 വലിയ കോഴ്സുകളും കൂടി അതിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്ന ഒരു സന്തോഷം ഞാൻ ഈ സമയത്ത് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി 40ാം വാർഷികം ആഘോഷിക്കുമ്പോൾ മദ്രസ ഇർഷാദിയ 15ാം വാർഷികവും ആഘോഷിച്ചു കഴിഞ്ഞ നിർവൃതിയിലാണ് ഈ സമയത്ത് എന്നുള്ള ഒരു സന്തോഷം നിങ്ങൾ അറിയിക്കുകയാണ്. മലയാളം, അറബി മലയാളം ബുക്ക് തന്നെയാണ് നമ്മുടെ മദ്രസയിലെ 110ഓളം കുട്ടികൾ ഫിഖ്ഹ്, അഖ്ലാഖ് തുടങ്ങിയ അറബി മലയാളത്തിൽ തന്നെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ പുറമെ അത് എഴുത്തും വായനയും പഠിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് മലയാളം എഴുത്തും വായനയും പഠിക്കുക എന്ന് നമ്മൾ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് ദാറുൽ ഹുദയുടെ സിപെറ്റ്, അതുപോലെ ദാറുൽ ഹുദ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെന്നല്ല ഇപ്പോൾ ഇന്ത്യയുടെ പുറത്ത് ഒരുപാട് രാജ്യങ്ങളിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളും ക്ലാസുകളുമൊക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സിപെറ്റിൻ്റെ ഒരു തുടക്കമെന്ന് നമ്മുടെ മലേഷ്യയായി കണ്ടു എന്ന് നേരത്തെ സിപെറ്റ് പ്രതിനിധികൾ പറഞ്ഞത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മദ്രസ ഇർഷാദിയയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളതിന്. ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതലൊന്നും ഈ വിഷയത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകമായി ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് ഈ വിഷയത്തിൽ. അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ബഹുവന്യരായ നമ്മുടെ അബ്ദുൽ ഹമീദ് മൊയ്തീൻ ചേകു ഹമീദ് ഇതിൻ്റെ വലിയ ഒരു ചാലക ശക്തിയാണ്. പടച്ച റബ്ബ് ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യട്ടെ. നന്മയും മലബാരി നന്മയും ദാറുൽ ഹുദ, അതുപോലെ മലേഷ്യ, കേരള ഒരു ബ്രിഡ്ജ്, ഒരു പാലമുണ്ടാകുക എന്നുള്ള പ്രധാനമായ ഒരു ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അള്ളാഹു അദ്ദേഹത്തിൻ്റെയും അതുപോലെ മദ്രസ മാനേജ്മെൻറ്റ് ഹാജി യൂസുഫ് അലി, ഇസ്മായിൽ ബിൻ മുഹമ്മദ് തുടങ്ങിയ മാനേജ്മെൻറ്റ് ഭാരവാഹികളുടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അതുപോലെ സിപെറ്റ് പ്രതിനിധികൾ നമുക്ക് ചെയ്ത കാര്യങ്ങൾ, സിപെറ്റ് പ്രതിനിധികൾ ദാറുൽ ഹുദ രജിസ്ട്രാർ റഫീഖ് അലി ഉസ്താദ്, ഡോക്ടർ ജാബിർ അലി ഹുദ ഇവിടെ വന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരുപാട് പദ്ധതികളും അതിനുള്ള വഴികളും നമുക്ക് പറഞ്ഞു തന്നാണ് ആ ഒരു യാത്രയിൽ ബ്രൂണയിൽ ഉപരിപഠനത്തിനായി വന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്ക് നൽകിയ ആ ഒരു ഊർജം അത് ചെറുതായിരുന്നില്ല, വലിയ ഊർജം തന്നെയായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് അങ്ങോട്ടും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഹാഷിം ഉദവി, ബാക്കിർ ഉദവി ഒക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നജീബ് ഉദവിയും ഇതിൻ്റെ ഒരു വലിയ ഒരു ചാലക ശക്തിയായിരുന്നു. മലയാളം ക്ലാസിൻ്റെയും ഫർദു ഐൻ കോഴ്സിൻ്റെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. മലേഷ്യയിലെ ഡോക്ടർ മൂസിൻ തങ്ങൾ ഉദവി, ജാഫർ പറമ്പൂർ ഉദവി, മദ്രസ ഇർഷാദിയയിലെ ഉസ്താദുമാർ, ഉസ്താദ് നാസർ ഫൈസി പോലത്തെ ഉസ്താദുമാർ, അതുപോലെ മദ്രസയുടെ രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു അതൊക്കെ കബൂൽ ചെയ്യട്ടെ. ഇനിയുള്ള കോഴ്സുകളിലും പ്രവർത്തനങ്ങളിലൊക്കെ ജോയിൻ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ശുക്രൻ ജസാക്കല്ലാഹ് റിഷാദ് ഹുദവി. ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഗൂഗിൾ മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മദ്രസയുടെ മുൻ മുഅല്ലിമ് കൂടിയായ ഉസ്താദ് കൂടിയായ കുഞ്ഞാലി ഉസ്താദൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ മീറ്റിംഗ് ജോയിൻ ചെയ്തത് സന്തോഷത്തോടു കൂടെ അവർ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാഹ് നമ്മുടെ മീറ്റിംഗ് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സമാപന സന്ദേശവും സമാപന പ്രാർത്ഥനയും നിർവഹിക്കുന്നത്
IOM ലെക്ചറും പ്രഗത്ഭ പണ്ഡിതനും നമുക്കൊക്കെ സുപരിചിതരുമായ ബഹുമാനരായ സയ്യിദ് മുഹ്സിൻ തങ്ങൾ അവർകളാണ്. അദ്ദേഹത്തെ എല്ലാവിധ ആദരവോടു കൂടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك وزد على سيدنا ونبينا محمد وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയങ്കരായ യൂസുഫ് ക, ഡോക്ടർ റഫീഖ് അലി ഹുദവി ഉസ്താദ് അവർകൾ, ഡോക്ടർ ജാബിർ ഹുദവി, ഡോക്ടർ ജാഫർ ഹുദവി പറമ്പൂർ, ഹാഷിം ഹുദവി, ഡോക്ടർ ഹമീദ് മൊയ്തീൻ, നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ ബിഹൈൻഡ് ദ സീനിൽ ബാക്ക് സീറ്റ് ഡ്രൈവറാണ് അദ്ദേഹം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നത്തെ പ്രോഗ്രാമിൽ പോലും ഒന്നും സംസാരിക്കണില്ല. ബാക്കിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ ഗൈഡൻസും തന്നുകൊണ്ടിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേ പ്രകാരം ദാറുൽ ഇർഷാദിയയിലുള്ള ഉസ്താദുമാര്, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരന്മാർ, സഹോദരിമാർ, മലേഷ്യയിൽ 10:30 മണിയായി, അതുകൊണ്ട് 10:38 അപ്പൊ അതുകൊണ്ട് വൈകിക്കുന്നത് ശരിയല്ല. എന്തായാലും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. മദ്രസ ഇർഷാദിയ എന്നുള്ളത് നമുക്ക് ദാറുൽ ഹുദക്കും അല്ലെങ്കിൽ മലയാളികൾക്കൊക്കെ ഉള്ള ഒരു പോയിന്റാണ്, മലേഷ്യയിൽ ഒരു പോയിന്റാണ്. നമുക്ക് എപ്പോഴും ഒരു ദാറുൽ ഹുദയിൽ നിന്ന് വരുന്ന ഒരു സന്ദേശം മദ്രസ ഇർഷാദിയ റിജക്റ്റ് ചെയ്യൂല. അങ്ങനെയാണ് ദാറുൽ ഹുദയും മദ്രസ ഇർഷാദിയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് നമുക്കതൊരു ആശ്വാസമാണ്, നമുക്കതൊരു പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷക്കനുസരിച്ച് രണ്ട് ഭാഗത്തും നിലനിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതായി സിപെറ്റിന്റെ കീഴിൽ മലയാളം പഠിപ്പിക്കുന്ന വേറെ പ്രോഗ്രാം ഉണ്ടോ ഹാഷിം ഉസ്താദെ? വേറെ എവിടെയെങ്കിലും മലയാളം ഉണ്ടോ? ഇല്ല. അപ്പോ സിപെറ്റിന്റെ കീഴിൽ മലയാള ഭാഷ പഠിപ്പിക്കുന്ന ഏക അല്ലെങ്കിൽ അതിന്റെ ഇനീഷ്യേറ്റർ, ചാമ്പ്യൻ എന്ന് പറയുന്നത് മദ്രസ ഇർഷാദിയാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. അങ്ങനെ ഒരുപാട് പുതിയ കാഴ്ചപ്പാടുകളും പുതിയ മേഖലകളും ഒക്കെ വെട്ടിത്തുറന്നുകൊണ്ട് സമൂഹത്തിനും നാട്ടുകാർക്കും ഒക്കെ ഉപകരിക്കുന്ന വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതൊക്കെ സഫലീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രത്യേകിച്ച് മലേഷ്യയിലെ മലബാരികൾ മലയാളം പഠിക്കുന്നു എന്ന് പറയുമ്പോ നാട്ടിലൊക്കെ ഉള്ള, ഇപ്പൊ അടുത്ത് തന്നെ പിന്നെ ഇവിടെയുള്ള ജോഹറിലുള്ള ഒരു അധ്യാപകൻ ചേകു കണ്ടപ്പോ പറഞ്ഞത്, അതിനിപ്പോ നിങ്ങള് മലയാളികൾ നാട്ടിലൊന്നും പോയാലും മലയാളം കേൾക്കണില്ല, അവരിപ്പോ പറഞ്ഞതൊക്കെ ഒരു 90% ഇംഗ്ലീഷാണ്. ഞങ്ങൾ ഷോപ്പിൽ പോയി ഷുഗർ പർച്ചേസ് ചെയ്തിട്ട് ഇപ്പോൾ റിട്ടേൺ വരാന്ന് പറയും. അപ്പൊ അതിൽ കാര്യമായിട്ടൊക്കെ ഇംഗ്ലീഷാണ്, മലയാളം ഇല്ല എന്ന് പറയാറുണ്ട്. അപ്പൊ മലയാളം നാട്ടിലുള്ളവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ മലേഷ്യയിലുള്ള മലബാരികൾ അതിന്റെ വേര് തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് അഭിമാനവും സന്തോഷവും തരുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ഒരു വലിയൊരു സ്നേഹവുമായി അല്ലെങ്കിൽ വലിയൊരു ആത്മബന്ധമായി, പ്രത്യേകിച്ച് നമ്മുടെ പ്രപിതാക്കളുമായി കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു സ്നേഹത്തിന്റെ കണികയായി, ഒരു കണ്ണിയാക്കി ഇത് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ 2 പദ്ധതികൾ കഴിഞ്ഞ റബീഉൽ അവ്വലിന്റെ മൗലിദ് കബീറിനോടനുബന്ധിച്ച് നടന്ന പ്രോഗ്രാമിൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഫർള് ഐൻ കോഴ്സ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതേപ്രകാരം ഇപ്പോൾ മലയാള കോഴ്സും പൂർത്തീകരിക്കുകയാണ്. നമുക്ക് പറയാനുള്ളതും അത് തന്നെയാണ്. നമ്മൾ വലിയ പദ്ധതികൾ പറഞ്ഞ് സമയം പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും നല്ലത് ചെറുത് ചെയ്തുകൊണ്ട് അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ അതൊരു പക്ഷെ വലുതായി കാലങ്ങൾ കൊണ്ട് നമ്മൾ പോലും അറിയാതെ വലിയൊരു പദ്ധതിയായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ നമ്മളിപ്പോ ഒരു കോഴ്സ് തുടങ്ങി, അത് കഴിഞ്ഞ് 2ാമത്തെ കോഴ്സ് തുടങ്ങി, 3ാമത്തെ അറബിക് കോഴ്സിലേക്ക് പോകുന്നു. അങ്ങനെ നിരന്തരം ഇതുമായി ബന്ധപ്പെടുകയും ദാറുൽ ഹുദയുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻഫോർമൽ എഡ്യൂക്കേഷനിലൂടെ ആണെങ്കിൽ പോലും ജോഹറിലെ പിന്നെ പ്രായം ചെന്ന ഉമ്മമാരും അല്ലെങ്കിൽ ഉപ്പമാർക്കും ഒക്കെ ദാറുൽ ഹുദയുടെ വിദ്യാർത്ഥിയാകാൻ കഴിഞ്ഞു എന്നുള്ളത്, ദാറുൽ ഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന പോലെ ദാറുൽ ഹുദയുടെ അപൂർവ വിദ്യാർത്ഥികൾ എന്നുള്ള ഗണത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഈ ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ ചേർത്താൻ പറ്റും. ഇപ്പൊ നിങ്ങളൊക്കെ മലയാളം പഠിക്കുമ്പോ യൂസുഫ് കിത്ത് മാലു സബബ് സുപുലു താഹുദി മലേഷ്യ കമി മസീത ബോലെ ഭാഷ മലയോ സ്റ്റിൽ സിക്കി അന്ന് 1ാമത്തെ കൊല്ലം സിക്കി 10ാമത്തെ കൊല്ലം സിക്കി എന്ന് പറയുമ്പോ കിത്ത മാലു
എനിവേ ഇൻഷാ അല്ലാ ഇത് ഞങ്ങൾക്കൊരു ഭാഷ പഠിക്കാനുള്ള പ്രചോദനമാണ്. അതങ്ങനെയാണല്ലോ, ഒരു പാലട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ. നിങ്ങൾ മലയാളം പഠിക്കുമ്പോൾ ഞങ്ങൾ ഇൻഷാ അല്ലാ മലയും പഠിച്ചുകൊണ്ട് ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെപ്പോഴും കുട്ടികളോട് പറയാറുള്ള ഒരു നസീഹത്ത് നിങ്ങളുമായി പങ്കുവെച്ച് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. നമ്മൾ പറയുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 10 വർഷം, കഴിഞ്ഞൊരു ദശകം ജീവിതത്തിന്റെ ഭാഗമായ ഒരാൾക്ക് എനിക്ക് പഠിക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറയാനുള്ള ഒരു സ്കോപ്പില്ല. കാരണം അതിനുള്ളത് എല്ലാ അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിട്ടുണ്ട്. അത് എല്ലാ സാഹചര്യങ്ങളും കിട്ടിയിട്ടും നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതിനൊരു സ്ട്രോങ് റീസൺ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ പറയേണ്ടി വരും. കാരണം അത്രയും സൗകര്യങ്ങൾ വിരൽത്തുമ്പിൽ. ഇപ്പൊ ഈ ഒരു ഇതിൽ പങ്കെടുക്കാൻ ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണെങ്കിൽ യൂസുഫ്ക്ക് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ക്യൂസ് പറയേണ്ടി വരും, നാളെ ക്ലാസ് ഉണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വരാൻ പറ്റൂല എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. ഒരു ബട്ടൺ അടിച്ചിട്ട് നമുക്ക് മുന്നിലിരുന്ന് സംസാരിക്കാനും ഈ സ്നേഹത്തിലും സന്തോഷത്തിലും പങ്കെടുക്കാനും കഴിയുന്നുണ്ട്. അതേ പ്രകാരം ദാറുൽ പോയിട്ട് പഠിക്കാനും ദാറുൽ കോഴ്സും വിസ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകളൊന്നും ഇനിയിപ്പോ നമുക്ക് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാഹചര്യം തന്നത് നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനുള്ള ഒരു സ്ട്രോങ് റീസൺ നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇതിനൊക്കെ ഭാഗമാകാനും, അല്ലെങ്കിൽ ഭാഗമായവരെ പ്രോത്സാഹിപ്പിക്കാനും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാനും ഒക്കെ ഈ പറയുന്ന ഞാനും നിങ്ങളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ദാറുൽ ഹുദയുടെ 40 വർഷം ഒരു വലിയ പാടത്ത് ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി എന്ന ഒരു ഉമറാക്കളിൽപ്പെട്ട നേതാവിന്റെ ചിന്തയിൽ നിന്ന് ഉദിക്കുകയും അതിനൊരുപാട് ഉലമാക്കളും നാട്ടിലെ സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സംഘടനയുടെ ഉലമാക്കളും അതുപോലെ പാണക്കാട് നമ്മുടെ സാദാത്യങ്ങളും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടുണ്ടായ ഒരു വലിയൊരു സംരംഭം ഇന്ന് ലോകത്തോളം വളർന്നു നിൽക്കുന്ന ഈ സംരംഭത്തിന്റെ 40-ാം വാർഷികമാണ് വരുന്നത്. അതിലേക്ക് ക്ഷണിക്കുവാൻ ഇൻഷാ അല്ലാഹ് ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട് IIM-ലും ചെറിയ രീതിയിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ വൈകാതെ നടത്തും. അതേ പ്രകാരം റൂബി ജൂബിലിയോടനുബന്ധിച്ച് മദ്രസ ഇർഷാദിയയിലും എന്തെങ്കിലും പ്രത്യേകമായ പരിപാടി സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് സംഘടിപ്പിക്കണമെന്നും, അതേ പ്രകാരം ആ സമയത്ത് നാട്ടിലേക്ക് പോകാൻ സാധ്യതയും സാഹചര്യമുള്ളവർ അങ്ങോട്ട് പോകണമെന്നും ഒക്കെ വിനയാന്വിതമായി ദാറുൽ ഹുദയുടെ പേരിൽ നിങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഇനി എന്തെങ്കിലും പറയാണ്ട് യൂസുഫ് നമുക്ക് ദുആയിലേക്ക് കിടക്കല്ലേ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നേതാക്കൾ, മദ്രസ ഇർഷാദിയുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് വിട പറഞ്ഞു പോയ നേതാക്കൾ, നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന ഇതിൽ വിദ്യാർത്ഥികൾ, അതിന്റെ കൂടെ ഞാൻ ഇതുകൂടി പറയട്ടെ, ഇതിൽ പഠനം പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും തെഹ്നിയ, കൺഗ്രാറ്റുലേഷൻസ്, മബ്രൂക്ക്, അൽഫ് മബ്രൂക്ക്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നിർത്തരുത്. ഇത് കഴിയുന്നതോടുകൂടെ ബാപ്പുട്ടി ഹാജി പറയാറുണ്ട്, നമ്മളൊരു പരിപാടി കഴിഞ്ഞാൽ അതിന്റെ റെസ്റ്റ് എന്ന് പറയുന്നത് അടുത്ത പരിപാടി തുടങ്ങലാണെന്നാണ്. അപ്പോ അല്ലെങ്കിൽ അതുമായി അതേ രീതിയിലുള്ള ഒരു സന്ദേശം ബഹുമാനപ്പെട്ട ബാപ്പുട്ടി ഹാജി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ചത് ഒരു ഭാഷയാണ്, അത് നിരന്തരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മിൽ നിന്ന് വിട്ടുപോകും. അപ്പൊ ആ രീതിയിൽ ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നേതാക്കൾക്കും ഉത്തരവാദിത്തപ്പെട്ടവർക്കും നമ്മുടെ രക്ഷിതാക്കൾക്കും ഒക്കെ വിട പറഞ്ഞു പോയ എല്ലാവർക്കും അൽ ഫാത്തിഹ.